Hello guys, welcome back to part 2 of Hoverland trip. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഇവർ മരത്തിൽ വലിഞ്ഞു കയറിയതായിരുന്നല്ലോ. എന്തായാലും ഒരാൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോന്നു, പിന്നെ രണ്ടാമത്തെ ആളും സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ നടത്തം തുടങ്ങി. അപ്പോഴാണ് പോകുന്ന വഴിക്ക് ബ്ലൂബെറിയുടെ ചെടി കണ്ടത്. ഈ കാണുന്ന ചെറിയ വൈറ്റ് കളറും റെഡ് കളറായിട്ടുള്ള സ്പോട്ട്സ് ഉണ്ട്, ലൈക്ക് ഉണ്ട പോലെ കണ്ടില്ലേ, അതൊക്കെ ഫ്യൂച്ചറിൽ ബ്ലൂബെറീസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ കാട്ടിലൂടെയുള്ള യാത്ര കഴിഞ്ഞിട്ട് ഈ മല കയറാൻ സ്റ്റാർട്ട് ചെയ്യണതുള്ളൂ കേട്ടോ. ചുറ്റും കണ്ടില്ലേ പൈൻ ട്രീസ്, അങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്, ഫുൾ പച്ചപ്പാണ്. കുറേ നടന്ന് ക്ഷീണിച്ച് അങ്ങനെ കിതച്ച് ശ്വാസമൊക്കെ എടുക്കാൻ പറ്റാണ്ടായപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ തീരുമാനിച്ചു. അവിടെ ഇരുന്ന് നോക്കുമ്പോഴാണ് അങ്ങ് ദൂരെ കാണുന്ന മലയില്ലേ, അത് മൊത്തം പൈൻ ട്രീസാണ്, ഫുൾ പൈൻ ട്രീസാണ് മൊത്തം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. No, dry banana. Dry banana. What is this? Dry banana. അവനും ചെടി പൊറുക്കണേടാ. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഡ്രൈ ബനാന ട്രൈ ചെയ്തത്, അത്ര വലിയ സുഖം ഉണ്ടായില്ല. ഇനിയുള്ള റൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കല്ല് നിറഞ്ഞതാണ്, അതുപോലെ ചെറിയൊരു ഈടുവഴി പോലത്തെ റൂട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ അതുപോലെ ഉള്ള റൂട്ടാണ്. പിന്നെ അത് ആ മോളിൽ കണ്ട മലയില്ലേ, നമുക്ക് അവിടേക്കാണ് പോകേണ്ടത് ആക്ച്വലി. അങ്ങനെ നടന്ന് മുകളിലെത്തി. ഇപ്പം നമ്മളിവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ വിചാരിച്ച് നോക്കിയപ്പോഴാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ദൂരെ നല്ല വ്യൂ ഉണ്ട്, കാറ്റുണ്ട്, സന്തോഷമായിട്ട് അവിടെ ഇരിക്കാം. പക്ഷെ നമുക്ക് ഇനിയും കുറേ കയറാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു വൈക്ലഭ്യമാണ് ആ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മല കയറി പോകുന്ന വഴിക്കാണ് ഈ ഫേണിനെ കണ്ടത്. 12ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ, ബയോളജി ടെക്സ്റ്റ് ബുക്കിലാണ് ഇത് കണ്ടത്. നീറ്റ് എക്സാം എഴുതുന്ന സമയത്തൊക്കെ ഇത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ സയൻസ് പഠിച്ച പിള്ളേർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നോക്കിയപ്പോഴാണ് അങ്ങ് ദൂരെ മലയിൽ കുറേ മഞ്ഞ് ഇപ്പോഴും കിടക്കുന്ന കണ്ടത്. ഹൈ ലെവലിൽ മഞ്ഞുണ്ടാവും എന്നാണല്ലോ, അപ്പോൾ അവിടെ ഇപ്പോഴും ചെറുതായിട്ട് പൊട്ടും പൊടിയായിട്ട് മഞ്ഞൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അണച്ചും കിതച്ചൊക്കെ കയറി ലാസ്റ്റ് മാല ഹോവർലെത്തി. മാല ഹോവർല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാല മീൻസ് ചെറുതെന്നാണ് അർത്ഥം. മിനി ഹോവർല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഈ കാണുന്ന ഏരിയ മൊത്തം മിനി ഹോവർലാണ് കേട്ടോ. ഇനി ഡെന്നെ കാണിച്ചത് ആ കാണുന്ന വലിയ മലയില്ലേ, അവിടെ കയറണം എന്നുള്ള രീതിയിലാണ് അവൾ ചൂണ്ടിക്കാണിക്കുന്നത്, അങ്ങടാ പോകാനുള്ളതെന്നും പറഞ്ഞിട്ട്. അവിടെ എത്തിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറി ക്ഷീണത്തിൽ അണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ വോയിസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കിതപ്പായി കേൾക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഹാഫ് എത്തിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഒക്കെ പൊള്ളിയായിട്ടുണ്ട്. നമുക്കിനി ഇവിടെ കുറച്ചും കൂടി കയറാൻ്റെതാ ആ മുകളിൽ ഈ മലയുടെ മുകളിൽ വരെ കയറണം. നമ്മളിപ്പം ഹാഫ് എത്തിയിട്ടുള്ളൂ, ഇനിയും കുറേ കയറാനുണ്ട്. കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്, പക്ഷെ കയറി ഒരു പട്ടിയായി. അയ്യോ, ഇനിയും കുറേ കയറണം. ബാക്കിയുള്ളവർ എത്തിയിട്ടില്ല, നമ്മൾ കുറച്ച് പേരോടെ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. എന്താ വയ്ക്കുന്നത് തന്നെ അവിടെ കുറച്ച് ആൾക്കാർ അതേമാതിരി വെച്ചിട്ട് പിള്ളേരുടെ സ്മാരകം. ഓ, സ്മാരകം. ഡെന്ന, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പൊളി. കുറച്ചും കൂടി കയറാനുള്ളൂ. ആണോ? അത്രയും കൂടി കയറാനുള്ളൂ. കയറില്ല ഡെന്നെ? ഫസ്റ്റ് സമ്മിറ്റ് അല്ലേ ഡെന്നെ? തണുത്തു തുടങ്ങി. എങ്ങനെ വന്നാ ഞങ്ങളാ ഇപ്പം ഞങ്ങൾ ഈ കോലത്തിലായി. നല്ല ഇപ്പം ഇവിടെ നിന്നപ്പം കുറച്ച് തണുപ്പ് വന്നു, ഭയങ്കരമായിട്ട് കാറ്റ് വീശിയിട്ട്. നമ്മളപ്പം ചെറിയ ഹോറിലാണ് കയറി, ഇനി വലിയ ഹോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് അറ്റത്തേക്ക് പോകണം. അവിടെ പോകുമ്പം ഇതുണ്ട്, വെയിലുണ്ട്, അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാ, ആ കാണുന്ന മല കണ്ടോ, ആ വലിയ മല, അതാണ് കയറേണ്ടത്. വീണ്ടും വെയിൽ വന്നു, കയറിക്കൊണ്ടിരിക്കുക. ഡെന്ന അതാ കയറി പോകുന്നുണ്ട്. അവിടെ 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 ആ അവിടെ എത്തി. കാരണം വെയിൽ വീണ്ടും വന്നു, ക്ഷീണമായി. പക്ഷെ കുറേ കവർ ചെയ്യാനുണ്ട് ഇനിയും. അയ്യോ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് അങ്ങ് കയറി ഇറങ്ങി തിരിച്ചതാ. നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, നമ്മൾ സബ്മിറ്റ് എത്തും. അങ്ങനെ ടോപ്പ് എത്താനുള്ള എനിക്ക് അണയ്ക്കോ സംസാരിക്കാൻ പറ്റാനുള്ള. ഇനി മുകളിലെത്തിയിട്ട് ഞാൻ സംസാരിക്കാം കേട്ടോ. ഞങ്ങളിതാ അവിടെ ആൾക്കാരെ കണ്ടില്ലേ, ഞങ്ങൾ അവിടെ ഇരുന്നിരുന്നേ, മിനി ഹോവർലാന്ന് പറഞ്ഞിട്ട്.
ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ദേ മുകളിലേക്ക് കയറുക. ഫൈനലി സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. യുക്രൈനിയൻ ഫ്ലാഗ്. ശരിയാ ഫൈനലി വി completed it. Ukrainian flag. Yo guys, അങ്ങനെ നമ്മൾ ഫൈനലി സെറ്റ് ചെയ്തു. യോ ഹരി, what do you want to say? Don't come here. Okay, why? Such a beautiful place. നല്ല കാറ്റുണ്ട്. അങ്ങനെ ഫൈനലി എത്തി. ഞാൻ താഴത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അടിപൊളി വ്യൂ ആ. ഞാൻ തന്നെ പേടിച്ചു കണ്ടിട്ട്. അധികം സൈഡിലേക്ക് പോകാൻ എനിക്ക് പേടിയായിട്ടോ ഞാൻ പോകാത്ത കേട്ടോ. നേരത്തെ കണ്ട വലിയ മോണ്യുമെൻ്റ് ഇല്ല, അത് ഇവിടുത്തെ സബ്മിറ്റ് മോണ്യുമെൻ്റ് ആണ്. അതിൽ ഈ ബ്ലൂ യെല്ലോ, അതായത് ഇവിടുത്തെ യുക്രൈൻ ഫ്ലാഗിൻ്റെ കളർ 2025 കേട്ടോ പുതിയതായിട്ട് കളർ അടിച്ചത്. പിന്നെ അതുപോലെ ഇവിടെ യൂണിഫിക്കേഷൻ മെമ്മോറിയൽ സൈൻ ഉണ്ട്, അതുപോലെ യുക്രൈനിയൻ സ്റ്റേറ്റ് സിമ്പിൾ ഉണ്ട്, മെറ്റൽ ക്രോസ്, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വാർ വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഉള്ളത് കേട്ടോ. ഹായ്. അത് കഴിഞ്ഞ് കയറി ക്ഷീണം മാറ്റാൻ വേണ്ടി എല്ലാവരും അവിടെ ഇരുന്നു. കുറേ ഫോട്ടോ വീഡിയോ അങ്ങനെ കാര്യങ്ങളെടുത്തു. നമ്മൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ കഴിച്ചു എല്ലാം. അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കുമായിരുന്നു കുറേ നേരം അവിടെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫൈനലി കഴിഞ്ഞു. ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു അല്ലേ? യെസ്. എത്ര മണിക്കൂറത്തെ പ്രയത്നമായിരുന്നു? 4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കയറി. ഇനി ഇതുപോലെ തന്നെ തിരിച്ചിറങ്ങണം. നിങ്ങൾ കണ്ടിട്ട് പറ വ്യൂ ഒക്കെ എങ്ങനെയുണ്ട്. എന്തായാലും കയറിയത് വെർത്താണ്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഇത്രയും കയറി അധ്വാനിച്ചതിൻ്റെ ഒരു ക്ഷീണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പം കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമായിരിക്കും. താഴേക്ക് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒരവസ്ഥയിലാണെങ്കിൽ എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പറയൂ. പൂവുണ്ടോ ഇടയ്ക്ക് വെച്ചിട്ട് എടുത്താൽ പോവാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പറയൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ, ഇവിടുത്തെ സീനറി എങ്ങനെയുണ്ട്, വ്യൂ എങ്ങനെയുണ്ടെന്നെല്ലാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ദിവസം കാണുന്നത് വരെ. അത് വേണ്ടല്ലോ, താഴേക്ക് ഇറങ്ങണോ? താഴേക്ക് ഇറങ്ങുന്ന ബ്ലൂപ്പർ ഇടാല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ. ടാറ്റ ബൈ ബൈ. നാളെ മിക്കവാറും എണീക്കാൻ ചാൻസ് കുറവാന്ന് എനിക്ക് തോന്നല്ലേ തന്നെ. ഇങ്ങോട്ട് നോക്കി, എനിക്ക് തോന്നല്ലോ നാളെ എണീക്കുന്നു. മടുത്തു, കാലൊക്കെ വിറക്കുകയായിരുന്നു. കയറി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ട്രക്കിങ്, ഫസ്റ്റ്. ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്. ഭയങ്കര സ്റ്റീപ്പായിട്ട് ഇറങ്ങുന്നത്. സോ ശ്രദ്ധ തെറ്റി താഴെ കിടക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനായിട്ട്. ഗൈസ്, നമ്മൾ കുന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാടെത്തിയപ്പം ഇവിടെ ഒരു മരം കണ്ടു. അതിൽ ഈ ഒലിച്ചു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താന്ന്? ഇതാണ് കുന്തിരിക്കം. നല്ല വാസന ഉണ്ടോ ഇതിന്? അല്ലേ തന്നെ? നല്ല ശരിക്കും നല്ല വാസന ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുന്തിരിക്കത്തിൻ്റെ മരവും കണ്ടു. കുന്തിരിക്കത്തിൻ്റെ മരവും നമ്മൾ കാടിറങ്ങുന്ന സമയത്ത് കണ്ടു. എനിക്ക് പിന്നെ ഈ ഇറങ്ങുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാത്ത മെയിൻ കാരണം, നിങ്ങൾ വഴി കണ്ടിട്ടുണ്ടാവും, ഒരുമാതിരി വൃത്തിയായിട്ട വഴിയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ കോൺസെൻട്രേഷൻ അങ്ങനെ പോയാൽ താഴെ കിടക്കും. പ്ലസ് കാടിലിറക്കാനും പാടാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക, കുറേ ഇറങ്ങാനുണ്ട്. ഞാൻ മിക്കവാറും താഴെ എത്തിയിട്ടായിരിക്കും വീഡിയോ ബാക്കി ഇടുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ കുന്നിറങ്ങുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റാണ്ടിരുന്നത്. മെയിൻ റീസൺ അതാണ്.
വഴി ഭയങ്കര ഇതായിരുന്നു, ലൈക്ക് സ്റ്റീപ്പായിട്ടുള്ള ഭയങ്കര വഴിയായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോവർല വാട്ടർ. തണുത്ത വെള്ളമാണോ? അങ്ങനെ വന്ന വഴിക്ക് അരുവി കണ്ടപ്പോൾ നമ്മളവിടെ മുഖമൊക്കെ കഴുകി, കൈയും കാലൊക്കെ ഒന്ന് കഴുകി. നല്ല തണുത്ത വെള്ളമായിരുന്നു. ഒരു പ്രത്യേക ഒരു ഫ്രഷ് എനർജി ഉണ്ടായിരുന്നു. അപ്പം വെള്ളത്തിലൊക്കെ മുഖമൊക്കെ കഴുകിയിട്ട് നമ്മൾ വീണ്ടും കുറച്ച് ഏരിയയും കൂടി ഇനി കിടക്കാനുണ്ട്. പിന്നെ നമ്മൾ വന്ന സമയത്ത് ഗ്രീൻ സിമ്പിൾ കണ്ടില്ലേ, അതുപോലെ നമ്മൾ തിരിച്ചിറങ്ങിയത് ബ്ലൂ റൂട്ടാണ്. അപ്പോൾ ആ കാണുന്നതാണ് ബ്ലൂ സിഗ്നൽ. കണ്ടോ? എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവസ്ഥ എന്താണെന്ന്. രാവിലെ 8:45 തുടങ്ങിയ മലകയറ്റം അന്ന് അവസാനിച്ചേക്കണത് ഇപ്പം 5:50 വൈകുന്നേരം. രാവിലെ 8:45 ടു വൈകുന്നേരം 5:50 വരെ ഈ നടത്തവും ഇരുത്തവും തന്നെയായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും നടന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞ് ബേസിലെത്തി. എന്ത് സമാധാനം അറിയൂ ഇവിടെ ബേസ് കണ്ടപ്പം. വല്ലാത്തൊരു സമാധാനം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യണേന്ന് നോക്കണം. നമ്മൾ രാവിലെ വന്ന ക്യാബ് തന്നെ തിരിച്ചു പോകുന്നേ, മിനി ബസ്. അതിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ സോനിയർ വല്ലതും നോക്കാം, ലൈക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റോ അങ്ങനെ എന്തെങ്കിലും നോക്കാം നമുക്ക്. ഓക്കെ. മല കയറുന്ന സമയത്ത് നമ്മൾ കുറേ ഷോപ്സ് കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പം ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും ഇവിടുത്തെ കാര്യം സോവേനിയായിട്ട് മേടിക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റാണ് കേട്ടോ മേടിച്ചത്. ബാക്കി പിന്നെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, സോപ്പും കാര്യങ്ങളും. അങ്ങനെ കുറേ ഐറ്റംസ് ആ കടയിലുണ്ടായിരുന്നു. ഡന്നെ ഒരു സോപ്പും മേടിച്ചു. അത്യാവശ്യം നല്ല വാസനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞത് പതയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ എല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് അടുത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വന്ന ബസ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. സോ അവർ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മളെല്ലാവരും വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള റൂട്ടിൽ പോയി തപ്പണ സമയത്താണ് പശുക്കുട്ടീനെ കണ്ടത്. പശുക്കുട്ടി അതിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയും കുറച്ചേരം നോക്കി നിന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് പോയിട്ടോ. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ട്രെയിൻ കയറിയത്. കാരണം ലേറ്റ് ആവുന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളുള്ള സമയത്ത് ഇറങ്ങി പോന്നു. സോ പിറ്റേ ദിവസം നമുക്ക് ട്രെയിൻ വന്നു. അപ്പം ഹോവർലോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ട്രെയിനിൽ കയറുവാണ്. പുറത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം പുറത്തെ വ്യൂ ഒക്കെ കണ്ടിരുന്നിട്ട് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പം ഹോവർല ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇനി ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.